ഹായ്. ജാമിത ഒരു വീഡിയോ ചെയ്തിട്ടിരുന്നു. കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടെന്നും പുള്ളിക്കാരത്തേക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടെന്നും ഒരു വണ്ടി വിൽക്കാനുണ്ടെന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടിരുന്നു. സോ അത് എന്നോട് കുറച്ച് പേര് വന്ന് എൻ്റെ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, മാഡം കണ്ടിരുന്നോ എന്നുള്ളത്. ഞാൻ എന്തായാലും അത് വിശ്വസിക്കുന്നില്ല. കാരണം പുള്ളിക്ക് അത്രയ്ക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എനിക്കൊക്കെ 10,000 രൂപ ഇട്ട് തരികയും ലക്ഷക്കണക്കിന് രൂപ തന്ന് എന്നെ സഹായിക്കുകയൊക്കെ ചെയ്ത വലിയ മാഡമാണ്. അപ്പോൾ പിന്നെ അതേ അവർക്ക് അത്രയും വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അവർക്ക് അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ഫിനാൻഷ്യലി ഭയങ്കര സൗണ്ടായ ലേഡിയാണ്. ലക്ഷക്കണക്കിന് രൂപയൊക്കെ ആളുകൾക്ക് കൊടുക്കുന്ന ലേഡിയാണ്. വിഷയം അതല്ല. ബീൻസ് ഓഫ് നവ, ബീൻസ് TV നവ, അങ്ങനെയാണ് ആ ചാനലിൻ്റെ പേര്. അതിനകത്ത് വന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, അതാണ് ഇന്നത്തെ വീഡിയോയുടെ ഇതിവൃത്തം. വഴിയെ പറയാം. അതായത് പ്രിയരെ, ഞാൻ വല്ലാത്തൊരു സങ്കടത്തിലാണ്. എന്നെ നിങ്ങൾ സഹായിക്കണം. എന്നെ സഹായിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്റെ മക്കളുടെ കാര്യം, അല്ലെങ്കിൽ എന്റെ മക്കളുടെ സ്കൂളിൽ പോക്ക് ഒക്കെ മുടങ്ങും. അത്രത്തോളം കഷ്ടപ്പാടിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാമിത എന്ന് പറയുന്ന ഒരു മുടിഞ്ഞ സാധനം, അതായത് ഈ സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്ത് സംഘപരിവാറിന് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്ന മുസംഗിണിയായിട്ടുള്ള, അല്ലെങ്കിൽ മുസ്ലിം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഖുർആനിലൊക്കെ വലിയ പാണ്ഡിത്യമൊക്കെ നേടിയിട്ട് പല പല ഉസ്താക്കന്മാരെയൊക്കെ ഇപ്പാകെ വരപ്പിച്ചിട്ടുണ്ടെന്ന് സ്വയം അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ സംഘി സ്പോൺസർ ആയിട്ടുള്ള ഇതുപോലുള്ള ചില കൂതറകളെയൊക്കെ ഈ സംഘികൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. കാരണം ഇസ്ലാം നാമധാരിയാണല്ലോ. ഇവർ മുസ്ലിം എന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എക്സ് മുസ്ലിം ആണെങ്കിലും ഈ പേര് എന്ന് പറയുന്നത് ഇസ്ലാം നാമധാരി, ഈ പേര് എന്ന് പറയുന്നിടത്ത് ഒരു കട്ട് വന്നു. അപ്പോൾ നവാസ് എന്നായിരിക്കും പേരെന്ന് ഞാൻ വിചാരിക്കണമെങ്കിൽ നിങ്ങളുടെ പേര് കറക്റ്റ് അറിയത്തില്ല. ഏതായാലും നിങ്ങൾ ആ സമയത്ത് ഒരു കട്ട് കൊടുത്തതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയട്ടെ. ഈ പേര് നിങ്ങളുടെ മതത്തിൻ്റെ പേരാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? മതത്തിന് ഇങ്ങനെ കുറേ പേരുകൾ നിഷ്കർഷിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല കേട്ടോ, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. ജാമിത, ഓ അത് നിങ്ങളുടെ മതത്തിൻ്റെ പേരാണോ? അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിവേ, ഒരു വിഷയം പറയാം. ഈ 1400 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇസ്ലാം മതം ഇവിടെ ഉണ്ടായിരുന്നില്ല. 1400 വർഷങ്ങൾ വരെ, അതിനു മുമ്പ് ഒരുപാട് പേര് ഇവിടെ ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. പതിറ്റാണ്ടുകളായി ഒരുപാട് മതങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരൊന്നും നശിച്ചു പോയിട്ടില്ല കേട്ടോ. അതിൻ്റെ ബാലൻസ് ഷീറ്റായിട്ട് ഒരുപാട് പേര് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. ഈ 1400 വർഷങ്ങൾക്ക് മുമ്പ് മതം രൂപീകരിക്കുമ്പോൾ മുഹമ്മദിൻ്റെ പേര് മുഹമ്മദ് എന്ന് തന്നെയായിരുന്നു. മുഹമ്മദിന് വേറെ പേരൊന്നും ഉണ്ടായതായിട്ട് അറിവില്ല. മുഹമ്മദ് തന്നെയായിരുന്നു പേര് അദ്ദേഹം മാറ്റിയില്ലല്ലോ. പിന്നെ അദ്ദേഹത്തിൻ്റെ പര്യായ പദങ്ങൾ, ഇപ്പോൾ നമ്മൾ ഹിന്ദുക്കളുടെ പേരുകളുണ്ടല്ലോ, അർജുനൻ, പാർത്ഥൻ, ഫൽഗുനൻ, ഇങ്ങനെ വരുന്നുണ്ട്. അത് ഒരു പര്യായ പദം പോലെയാണ്. അപ്പോൾ ആ പര്യായ പദങ്ങളായിട്ടാണ് അല്ലമീൻ, അങ്ങനെ കുറേ പേരുകൾ നിങ്ങൾ കണ്ടെത്തി വെച്ചിരിക്കുന്നത്. അതിനപ്പുറം ഈ പേര്, ഇന്ന പേരേ ഇടാവുള്ളൂ, ഇന്ന പേരേ പറ്റുള്ളൂ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആയിഷ ഇസ്ലാം നാമധാരിയാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഈ സഹോദരൻ അയ്യപ്പൻ്റെ മകളുടെ പേര് ഐഷ എന്നാണ്. യുക്തിവാദിയാണ്, യുക്തിവാദി സംഘടന രൂപീകരിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഐഷ എന്ന് പേരിട്ടുണ്ടെന്തെങ്കിലും കുഴപ്പമുണ്ടോ? പ്രശ്നമുണ്ടോ? പേര് കൊണ്ടാണ് നിങ്ങൾ പറയണമെങ്കിൽ അത് ഒട്ടും ദഹിക്കുന്ന കേസല്ല. രണ്ടാമത്, അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അവർ കുഴപ്പം പിടിച്ച സ്ത്രീയാണോ? എന്ത് കുഴപ്പമാണ് നിങ്ങൾ അവർ കണ്ടത്? അവരുടെ രാഷ്ട്രീയമാണോ? അവർ സംഘടന തന്നെയാണ്, സംഘപരിവാർ അനുകൂലി തന്നെയാണ്. അതുകൊണ്ട് അവർ നശിച്ചു പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രധാനമന്ത്രി നശിച്ചു പോകണമെന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി സംഘിയല്ലയോ? അപ്പോൾ ഒരാളുടെ രാഷ്ട്രീയം കൊണ്ടാണോ ഒരാൾ നശിച്ചു പോകണമെന്ന് പറയുന്നത്? നിങ്ങളുടെ മതത്തിൽ ജനിച്ച, നിങ്ങളുടെ മതം കൊണ്ട് ജീവിച്ച, ഇപ്പോഴും നിങ്ങളുടെ മതത്തിനെ വിറ്റ് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ. കുറച്ചുകൂടെ സഹാനുഭൂതിയോടെയുള്ള കണ്ടുകൂടെ? പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ജാമിത ഇഷ്ടമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചാനൽ തുടങ്ങാനായിട്ട് നിർബന്ധമാക്കിയതോളാണ്. സംഘികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടി എനിക്ക് ക്യാഷ് ഇട്ട് തന്നു. ക്യാഷ് തിരിച്ചിട്ട് കൊടുത്ത വൈരാഗ്യത്തിൽ എന്നെ തെറി വിളിച്ചു, ഞാനും തെറി വിളിച്ചു. അതൊക്കെ നടന്നിട്ടുണ്ട്. എൻ്റെ ചാനൽ പൂട്ടിക്കാൻ സ്ട്രൈക്ക് കൊടുത്തതുപോലും ഓളാണ്. ബട്ട് 2 കുഞ്ഞുങ്ങളുടെ ആകെ ആശ്രയമാണ് ആ സ്ത്രീ. അവർക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി, അങ്ങനെ ദുരവസ്ഥ ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? നിങ്ങൾ തന്നെയല്ലേ? കൂട്ടത്തോടുള്ള ആക്രമണം. നിങ്ങൾ ഈ പറയുന്നത് ഇസ്ലാം പഠിപ്പിച്ചതാണോ നിങ്ങളെ? നിങ്ങളുടെ ഇസ്ലാം ഇതാണോ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്? സഹോദര എന്ന് തന്നെ ഞാൻ വിളിക്കും. ഞാൻ എന്തായാലും മതം വിട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ സഹോദര എന്ന് വിളിക്കാം. സഹോദര, സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ചെയ്യുന്നത് ഈ മതത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. അതറിയുന്നു. നിങ്ങൾ ഇത്രയും മ്ലേച്ഛമായ ആ പെണ്ണിനെ പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ മതം ഇതാണോ പഠിപ്പിച്ചിരിക്കുന്നത്? ഇത്രയും മോശമായി ആ പെണ്ണിനെ പറയുമ്പോൾ നിങ്ങളുടെ മതം ഉയർന്ന ചിന്തയിലേക്ക് എത്തുമോ? വലിയ ആളാകുമോ നിങ്ങൾ? അതോ നിങ്ങളുടെ മതം പൊതുസമൂഹത്തിൽ, പൊതുജനത്തിൻ്റെ കണ്ണുകളിൽ നല്ല ഇത് കൊണ്ടുതരുമോ? എത്രയോ പേര് യുക്തിവാദികൾ ഹിന്ദുമത വിശ്വാസത്തിലുണ്ട്. എത്ര പേര് അവരെ ആക്രമിക്കുന്ന നിങ്ങൾ കാണുന്നുണ്ട്. ഉണ്ടെന്ന് പറയില്ല, ഇല്ലയെന്നൊന്നും പറയത്തില്ല. എത്ര പേരുണ്ട്? ക്രൈസ്തവ മതത്തിൽ നിന്നാണ് ജോസഫ് ഇടമറുക വന്നത്. അദ്ദേഹത്തിനെ മെഹറൂൺ ചൊല്ലി പുറത്താക്കിയിട്ടുണ്ട്.
ഉണ്ടോ ഇല്ലയോ? സനൽ ഇടമറുകിന്റെ ഫോളോവേഴ്സിൽ വിശ്വാസികളുമുണ്ട്, വിശ്വാസി അല്ലാത്തവരുമുണ്ട്. ജോസഫ് ഇടമറുകിന്റെ മകനാണ് സനൽ ഇടമറുക്. ഇവർ രണ്ടുപേരും യുക്തിവാദം തന്നെയാണ് പറയുന്നത്. ആദ്യമായി മലയാളത്തിൽ, അതായത് ഈ ഖുർആന്റെ വിവർത്തനം എഴുതി വെച്ച് ഖുർആനെ വിമർശിച്ച ആള് ജോസഫ് ഇടമറുകാണ്. നിങ്ങൾക്ക് എന്താ അദ്ദേഹത്തിനൊന്നും പറയാൻ തോന്നില്ലേ? അദ്ദേഹം നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞുകൂടെ? അല്ലെങ്കിൽ എന്തെങ്കിലും മോശം പറഞ്ഞുകൂടെ? നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? എത്രയോ പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. അവരെ ആരെങ്കിലും നിങ്ങൾ പിഴയെന്ന് പറയുന്നുണ്ടോ? ജബ്ബാർ മാഷ് നിങ്ങൾ പിഴച്ചതാണെന്ന് പറയുന്നുണ്ടോ? നശിച്ചു പോകാൻ പറയുന്നുണ്ടോ? എനിക്കറിയില്ല, ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല നിങ്ങളൊന്നും പറയുന്നത്. ഒരല്പം ഇരുന്ന് ചിന്തിക്കുക. സ്ത്രീകൾ സമത്വം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുന്ന സ്ത്രീകളെ തകർക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു പറ്റം ആൾക്കാർക്കിടയിലാണ് നിങ്ങളും ജീവിക്കുന്നത്. ഈ സ്ത്രീകളെന്ന് പറയുമ്പോൾ ആരായിട്ട് വരുമെന്നറിയാമോ? നിങ്ങളുടെ അമ്മ ഒരു സ്ത്രീയാണ്. നിങ്ങൾക്ക് ഭാര്യയുണ്ടോ? പെങ്ങളുണ്ടോ? മകളുണ്ടോ? ഇതൊക്കെ പെണ്ണുങ്ങളാണെന്ന്. വിവേചനം കൊണ്ടും മാറ്റി നിർത്തൽ പെടൽ കൊണ്ടും ഒരുപാട് രീതിയിൽ പ്രശ്നം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഈ സ്ത്രീകൾ. പൊരുതി ആ കൊച്ച് മുന്നോട്ട് വരികയാണ്. കാര്യം എൻ്റെ ശത്രുവാണ്, പക്ഷേ അവൾക്ക് ജീവിക്കാൻ ഒരു വഴി നിങ്ങളായിട്ട് തുറന്നു കൊടുത്തതാണ് ഈ യൂട്യൂബ്. അവൾ അതുകൊണ്ട് ജീവിക്കുന്നെങ്കിൽ ജീവിച്ചു പോട്ടെ. അക്രമം കുറയ്ക്കുമ്പോൾ അവൾ പറയുന്നതിൻ്റെ ആ ഒരു ഇതങ്ങ് മാറി കിട്ടും. ഇപ്പം നിങ്ങൾ ചെയ്തത് കൊണ്ട് എന്താ ലാഭം എന്നറിയാമോ? നിങ്ങൾ ഈ പറഞ്ഞ സാധനം എടുത്ത് വെച്ച് 10 വീഡിയോ അവൾ ചെയ്യും. നമുക്ക് അവളെ കുറ്റം പറയാൻ പറ്റുമോ? അവളെ തെറ്റു പറയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ഇതൊന്നും അല്ല കേട്ടോ, ഇത് തുടക്കം മാത്രമാണ് ഈ പേരിന്റെ. ബാക്കിയും കൂടെ കേൾക്കുക, കുറച്ചുകൂടെ ഉണ്ട്. പേരുകൾ തന്നെയാണ് ഇവർ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പേരിൽ ഇരുന്നുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുകയും ഇസ്ലാം മതത്തെ കുറിച്ചിട്ട് കുറ്റം പറയുകയും ചെയ്യുമ്പോഴത്തേക്ക് ഈ കേൾക്കുന്ന സംഘികൾക്ക് നല്ലൊരു സുഖം ഉണ്ടാകും. അത് ഞാൻ അംഗീകരിക്കുന്നു, അത് ഞാൻ തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു. ഇപ്പോ ജസ്ന സലീം പുള്ളിക്കാരത്തി ഗുരുവായൂരപ്പന്റെ പടം വരച്ചു, ഫേമസ് ആയി, ആളുകൾ തൂക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. വേറെ പെൺകുട്ടികളുണ്ട് അതിനേക്കാൾ ഭംഗിയായി പടം വരയ്ക്കുന്നവരുണ്ട്, അവരെ ആരും തൂക്കിക്കൊണ്ട് നടക്കാറില്ല. ജസ്ന സലീം എന്ന പേരും തലയിലുള്ള ആ തട്ടവും അത് തന്നെയാണ് ആ പെൺകുട്ടിക്ക് കിട്ടുന്ന ഇമ്പാക്ട്. അത് സമ്മതിച്ചു, തർക്കമില്ല. അത് പുള്ളി പറഞ്ഞ കറക്റ്റാണ്, അത് സമ്മതിച്ചു ഞാൻ. ഇവരുടെ ആ ചൊറിച്ചിലേക്ക് അടി ഒരു അല്പം ശമനവും ഉണ്ടാവും. ഏതായാലും ഈ സംഖ്യ അമ്മായിക്ക് ഇപ്പൊ വല്ലാത്തൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വല്ലാത്തൊരു പ്രയാസം. സംഖ്യ അമ്മായിയുടെ ഒരു വണ്ടിയുണ്ട്, അതായത് ഒരു ലേറ്റസ്റ്റ് മോഡൽ ബൈക്കായിരുന്നു. അധികം ഓടാത്ത വണ്ടി എന്നാണ് അമ്മായി പറഞ്ഞത്. പക്ഷെ അമ്മായി കണ്ടു കഴിഞ്ഞാൽ അറിയാം ഈ ഓടി പദവും വന്ന് പതയും പോയി ഇപ്പൊ കട്ടപ്പുറത്തിരിക്കുന്ന വണ്ടിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും. ഈ നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഇതാണ് നിങ്ങൾ പഠിച്ച ഇസ്ലാം അല്ലേ? നിങ്ങൾ ഈ ദുരുദ്ദേശത്തോടു കൂടി ദ്വയാർത്ഥപരമായിട്ട് ആ സ്ത്രീയെ പറഞ്ഞ കാര്യമാണ്. നിങ്ങളൊന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ എനിക്ക് പൊങ്കാല വരും, അതെനിക്ക് ഉറപ്പാണ്, അത് കുഴപ്പമില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം, പെണ്ണുങ്ങളെ ഇകഴ്ത്താൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇത്. എത്ര എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാം? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പോയിട്ടുണ്ടോ? നിങ്ങൾ ആ സ്ത്രീ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എന്ത് തന്നെ ആകട്ടെ, ആ പെണ്ണിനെ ആ രീതിയിൽ പറഞ്ഞ് ഇകഴ്ത്തുമ്പോൾ നിങ്ങളുടെ മതം വളരൂ? നിങ്ങളുടെ മതത്തിന് ഭയങ്കര ഗാംഭീര്യം ഉണ്ടാകുമോ? ഇസ്ലാം ഞാൻ മനസ്സിലാക്കിയെടുത്ത് സ്ത്രീകൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നവരാണ്. അവർക്ക് ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾ കുറച്ചുകൂടെ ഫോർവേഡായി ചിന്തിച്ച് പുരോഗമനപരമായി പഠിപ്പിക്കാൻ അയക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുന്നതാണ്. താലിബാനെ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യത്തും മാറ്റങ്ങളുണ്ട്, ഒരുപാട് രീതിയിൽ മാറ്റങ്ങളുണ്ട്. അഫ്ഗാൻ താലിബാനുകളാണ് ഈ സമ്മതിക്കാതെയുള്ളത്. ഇതിൻ്റെ ഉറവിടം അല്ലെങ്കിൽ ഇത് തുടങ്ങിയ സ്ഥലം സൗദിയാണ്. സൗദിയിലെ പെണ്ണുങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നു, പഠിക്കുന്നു. അവരുടെ ഈ നിക്കാവുന്ന സാധനം പോലും ഉപയോഗിക്കാൻ പാടില്ല എന്ന രീതിയിൽ നിയമങ്ങൾ വരുന്നു. മാറി മറിയുന്ന ഒരു ലോകത്തിരുന്നു കൊണ്ടാണോ നിങ്ങൾ ഈ മോശം പറയുന്നത്? നിങ്ങൾ വിദേശത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പോയി നോക്കുക, പ്രത്യേകിച്ച് ദുബായ് ഇതുപോലുള്ള രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങളിൽ പോയി നോക്കുക. അവിടെ സ്ത്രീകളെ ഇകഴ്ത്തുന്നത് പോയിട്ട് അവരെ റെസ്പെക്ട് ചെയ്യുന്ന വിധം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനൊക്കെ 22 വർഷത്തെ പ്രവാസിയാണ്. ഞാൻ അനുഭവിച്ച ആ ഒരു സപ്പോർട്ടുണ്ടല്ലോ. ഒരു വ്യക്തി നമ്മളെ നോക്കി വൃത്തികേട് പറഞ്ഞാൽ അവൻ പിന്നെ പറയില്ല, അവനെ പറയാൻ അനുവദിക്കത്തില്ല. അതിന് തെളിവൊന്നും വേണ്ട, നമ്മുടെ വാക്ക് മാത്രം മതി. നമ്മൾ പറയുന്നത് ശക്തിയോട് പറഞ്ഞാൽ അവന് കൊടുക്കേണ്ട പണിഷ്മെന്റ് കൊടുത്തിരിക്കും. ഒരു രീതിയിൽ നമ്മളെ ടോർച്ചർ പോലും ചെയ്യത്തില്ല. അത്രയും സ്ട്രോങ് ആണ് സ്ത്രീകൾക്ക് വേണ്ടി ഇവിടെ നിലനിൽക്കുന്ന നിയമം. അങ്ങനെയുള്ള ഒരു മതവിശ്വാസം കൊണ്ടു നടക്കുന്ന ഒരു മതത്തിൽ ഉണ്ടായ നിങ്ങളാണോ ഈ രീതിയിൽ ഒരു പെണ്ണിനെ അവഹേളിക്കുന്നത്? അവളുടെ രാഷ്ട്രീയമാണോ നിങ്ങളുടെ പ്രശ്നം? അവൾ എന്തോന്ന് ചെയ്തു? അവൾ പറയുന്നത് കിതാബ് എടുത്ത് വെച്ചിട്ടാണ്. നിങ്ങൾക്കതിനെ ഖണ്ഡിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? അവൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടോ? എക്സ്ട്രീം ലെവലാണ്, അത് തർക്കമില്ല. ജാമിത പറയുന്നത് കറക്റ്റാണെന്ന് ഞാൻ പറയത്തില്ല. അവൾ പറയുന്ന പല കളവുകളും ഞാൻ അംഗീകരിക്കുന്നുള്ളൂമല്ല. അവൾ പറയുന്ന രീതിയിലല്ല പറയേണ്ടതെന്നും എനിക്കറിയാം. പക്ഷെ നിങ്ങളെന്താണ്? നമ്മൾ അവരെ പറയുമ്പോൾ നിങ്ങൾ കാണിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കൊരു ചിന്ത വേണ്ട.
അവൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ 1-2 ചോദ്യം എൻ്റെതുമാണ്. ഗോത്രീയതയുള്ള ഒരു ഇത് തന്നെയാണ് ഈ പറയുന്ന മതം. ഗോത്രീയത നിറഞ്ഞു തുളുമ്പി ആടുന്ന ഒരു രീതി നിങ്ങൾക്കുണ്ട്. അത് ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ കാലഘട്ടത്തിൽ, ഈ സമൂഹത്തിൽ, ഈ ഭരണഘടനയിൽ പ്രാക്ടിക്കലാകുന്ന കാര്യങ്ങൾ വെച്ചാണ്. അത് ചോദിക്കുമ്പോൾ നിങ്ങൾ അവളെ തർക്കബുദ്ധിയോടുകൂടി പറയുന്നതിന് പകരം അവളെ പേഴ്സണൽ അസാസിനേഷൻ നടത്തുന്നത് നല്ലതാണ്. അത് പോട്ടെ, ബാക്കി നിങ്ങൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മോഡൽ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. സാധനം ഉണ്ടല്ലോ ഈ ഫേസ്ബുക്കിനകത്തും ഇൻസ്റ്റാഗ്രാമിനകത്തും യൂട്യൂബിലൊക്കെ വന്നിട്ട് ഒരു വീഡിയോ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു. അതായത് ഇത്ര രൂപ ഈ വണ്ടിക്ക് ഇപ്പോൾ വാല്യൂ ഉണ്ട്, അപ്പൊ ഇത്ര രൂപ എനിക്ക് ഈ വണ്ടിക്ക് വേണം, കാരണം എന്നെ സഹായിക്കണം, ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്, ഞാൻ പെട്ടുപോയി, കാരണം എന്റെ മക്കളുടെ പഠിത്തമൊക്കെ ഇനി സ്കൂൾ തുറക്കാൻ പോകുന്നു, മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എനിക്കിത് വിറ്റ് കിട്ടുന്ന കാശുണ്ടെങ്കിൽ മാത്രമേ എന്റെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്ന തരത്തിലായിരുന്നു ഇവരുടെ ഈ ഒരു വീഡിയോ വന്നത്. സത്യത്തില് ഈ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകളുണ്ട്, ആ കമന്റുകൾ വായിച്ചാൽ ഇവരെ പ്രസവിച്ച തള്ള പോലും സഹിക്കുന്നില്ല. അത്തരത്തിലുള്ള വളരെ എന്താ പറയാ, വളരെ പ്രാസമൊക്കെ ചേർത്ത് എനിക്കത് പറയാൻ പറ്റത്തില്ല. ഞാൻ ആ കമന്റുകൾ ഇവിടെ വായിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. കാരണം അത്തരത്തിലുള്ള വളരെ കിടിലൻ പിന്നെ കമന്റുകളാണ് ഇതിന്റെ അടിയിൽ വരുന്നത്. പിന്നെ അമ്മായിക്ക് അനുകൂലമായിട്ടുള്ള ചില ആൾക്കാരുടെ കമന്റുകൾ ഉണ്ട് കേട്ടോ, അത് വളരെ രസകരമായിട്ടുള്ള കമന്റുകളാണ്. ഉമ്മർ എന്ന് പറയുന്ന ഒരാളിട്ട കമന്റാണ് പുള്ളി എപ്പോൾ കാണിക്കുന്നത്. ഉമ്മർ ഇട്ടിരിക്കുന്ന കമന്റ് എന്താണെന്ന് അറിയാമോ? ഓടിയിട്ടില്ല, വണ്ടി കണ്ടാൽ അറിയാൻ നന്നായി ഓടിയതാണെന്ന്. ദ്വയാർത്ഥമാണ് ഇസ്ലാമിയത്ത്. എന്താ അല്ലേ, സൂപ്പർ, നന്നായിട്ടുണ്ട് കേട്ടോ. അവൾക്ക് വന്ന അതേ അനുഭവം, അതേ വിഷമം നിങ്ങൾക്ക് വരില്ലെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി, ഒരു വെയിൻ കട്ടായി, തലച്ചോറിലേക്ക് പോകുന്ന വെയിൻ കട്ടായി, നിങ്ങൾ ഡെഡ്ലി കിടന്നു പോകും. അവസ്ഥ വരില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? സാധിക്കുമോ? നിങ്ങളുടെ വീട്ടിലെ ഏണിംഗ് മെമ്പർ നിങ്ങളാണെന്ന് വയ്ക്കാം, നിങ്ങളുടെ കുടുംബം ഒന്നടങ്കം നടുത്തെരുവിലേക്ക് വരും. അവരും ഇതുപോലെയൊക്കെ പോസ്റ്റ് ഇടാൻ സാധ്യതയുണ്ട് സഹോദര. അപ്പോൾ നിങ്ങൾ എന്തു പറയും? അപ്പോൾ നിങ്ങളുടെ ഭാര്യ ഇതുപോലെ പോസ്റ്റ് ഇടുമ്പോൾ നിങ്ങളുടെ ഭാര്യയെ നോക്കി ഇതേ ഉമ്മർ ഇതേ കമൻ്റ് അവിടെ കൊണ്ടുവന്നിടും. നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഉമ്മയാണ് ആ പോസ്റ്റ് ഇടുന്നതെങ്കിൽ അവിടെയും വരുമോ ഈ കമൻറ്റ്? സമ്പാദിച്ചാരെങ്കിലും ചേർത്ത് വെച്ചിരുന്നെങ്കിൽ, അതിനെ അനാഥത്തിലേക്ക് തള്ളിവിടാതിരുന്നെങ്കിൽ അതിങ്ങനെ ഒരു തീരുമാനം എടുക്കുമായിരുന്നു. എന്തോ ആകട്ടെ, ഒരു പെണ്ണല്ലേ, 2 കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ, അവരുടെ ഫീസല്ലേ ചോദിക്കുന്നത്. നിങ്ങൾ ഭയങ്കര യൂണിറ്റി ഉള്ള മനുഷ്യരല്ലേ. നിങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ പഠിത്തം ഏറ്റെടുക്കാൻ നോക്കൂ, ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു നോക്കൂ. മാറ്റം ഉണ്ടാകുമോ ഇല്ലെന്ന് ശ്രമിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? പകരം ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ആക്രമണം താങ്ങാൻ വയ്യാതെയല്ലേ വീണ്ടും വീണ്ടും അവർക്ക് നിങ്ങളെ തിരിച്ച് പ്രത്യാക്രമണം നടത്തേണ്ട ഒരു അവസ്ഥ വരുന്നത്. നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ശരിയാണെന്ന് ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറയണ നിങ്ങൾക്ക് പിടികിട്ടുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, കണ്ടപ്പോൾ പറയണമെന്ന് തോന്നിയതുകൊണ്ട് പറയാം. നിങ്ങൾ എപ്പോഴും ഒറ്റപ്പെടുത്തുകയും അകറ്റി നിർത്തുകയും ആക്രമിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് നിൽക്കാനുള്ള, അതായത് പ്രതിരോധമല്ല, അവർ സത്യം പറഞ്ഞാൽ രക്ഷപ്പെടാനുള്ള മാർഗമാണ് അവരിങ്ങനെ പോയി ചാടിക്കൊടുക്കുന്നത്. കറക്റ്റ് ഫോമിൽ അവന്മാരെടുത്ത് വെച്ച് ഉപയോഗിക്കുന്നു. നമ്മളുടെ സഹോദരി തന്നെയല്ലേ അത്, നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടി തന്നെയല്ലേ അത്. നിങ്ങൾക്ക് എന്താ അങ്ങനെ ചിന്തിക്കാൻ കഴിയാതെ പോകും? ഒരു തെറ്റ് അവളിൽ നിന്ന് സംഭവിച്ചു, നിങ്ങൾക്ക് മറന്നു കൊടുക്കാൻ പറ്റുന്നില്ലേ? നിങ്ങൾ തന്നെയല്ലേ ഈ പഠിപ്പിക്കുന്നത് ക്ഷമ ഈമാൻ്റെ പകുതിയാണെന്ന്? ഈമാനുള്ളൊരു വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങൾ ഈമാനുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഈ രീതിയിൽ അതിനെ അവഹേളിക്കുമോ? പണമാണോ മുഖ്യം? പണം ഒരാൾ ഉണ്ടാക്കുന്നതല്ലേ. ആ അവസ്ഥയിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോകാൻ എത്ര നേരം വേണം? നമ്മൾ എത്ര സ്വത്ത് സമ്പാദിച്ച് വെച്ചാലും നബി തന്നെ പറഞ്ഞിട്ടില്ലേ, സ്വത്താണോ വലുത്? ഒരാളുടെ അവസ്ഥകേടിൽ, ഒരാളുടെ ദാരിദ്ര്യത്തിൽ അവരെ കളിയാക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഒരു ഉത്സാഹമുണ്ടല്ലോ. നിങ്ങൾ ശരിക്കും ഇസ്ലാമാണോ? നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുന്നത്. ഇതാണ് ഇസ്ലാമെങ്കിൽ ഒന്നും പറയാനില്ല, നല്ല ഇസ്ലാമാകട്ടോ, ഇഷ്ടപ്പെട്ടു. ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയില്ല, പകരം അണ്ടേ പുണ്ടേ അണ്ടേ മടഹേ ഗടഹേ എന്നുള്ള തെറിവിളിയല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞാനിപ്പോഴും നേരിടുന്ന ഒരു കാര്യമാണ്, വന്ന് തെറിയാണ്. നബി ഉണ്ടായിരുന്നെങ്കിൽ നബി പോലും നിങ്ങളെ തെറി വിളിക്കും, അറിയുമോ? നബി തെറി വിളിച്ചിട്ടുമുണ്ട്, രേഖകൾ അത് പറയുന്നുണ്ട്. ഇതൊന്നും പറയാൻ വന്നതല്ല ഞാൻ. ഖുറാനികമായോ ഖുറാന്റെ വിഷയങ്ങളോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും പറയാൻ വന്നതല്ല. അവരൊരു ഇസ്ലാം മതത്തിൽ ജനിച്ച സ്ത്രീ തന്നെയാണ്. ഇസ്ലാം മതം കൊണ്ട് തന്നെയാണ് അവർ വളർന്നത്. ഇസ്ലാമിക രീതി തന്നെയാണ് അവർ ജീവിച്ചത്. ഇസ്ലാമിൻ്റെ പണ്ഡിത് എന്താ പറയണ ആ സാധനങ്ങളൊക്കെ പഠിച്ച് പണ്ഡിത എന്ന രീതിയിൽ തന്നെയാണ് അവർ അറിയപ്പെട്ടത്. ടീച്ചർ എന്ന് പറയുന്നത് അവർ വേറെ സ്കൂളിൽ പഠിപ്പിച്ചതല്ല, ഇത് പഠിപ്പിച്ച് തന്നെയാണ് അവർ അങ്ങനെ ആയത്. എപ്പോൾ അവർ തിരിഞ്ഞു? അതിനകത്തുള്ള ഒരു മുഖ്യമായ ഒരു സാധനം അലിമാഷ് ഉൾപ്പെടെയുള്ള യുക്തിവാദികളെന്ന് അവകാശപ്പെടുന്ന സംഘികളുടെ കയ്യിലേക്ക് പെങ്കൊച്ചു പോയി ചാടി പോയപ്പോഴത്ത് ഉണ്ടായ ഒരു സാഹചര്യമല്ലേ. പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങൾ കൂടെ നിന്നിരുന്നെങ്കിൽ ആ പെങ്കൊച്ചു അങ്ങനെ വഴിതിരിയുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് എന്ത് ലാഭം? ചാനൽ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നു.
എത്ര വട്ടം നിങ്ങൾ ചാനൽ പൂട്ടിച്ചോളുണ്ട്, എന്തെല്ലാം ചെയ്തു, എന്നിട്ടെന്തായി? വീണ്ടും വീണ്ടും അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അവർ പ്രൊട്ടക്റ്റ് ചെയ്യും. അവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങൾ ഇട്ടുകൊടുക്കുമ്പോൾ നിങ്ങൾ ഇട്ടുകൊടുക്കുന്നത് നിങ്ങളെക്കാൾ പ്രാപ്തയായ പാണ്ഡിത്യമുള്ള നിങ്ങളുടെ ഒരു സഹോദരിയാണെന്നുള്ള കാര്യം മറന്നു പോകണ്ട. എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങളെക്കാൾ പാണ്ഡിത്യം അവക്കുണ്ട് ഈ ഒരു വിഷയത്തിൽ. നിങ്ങൾ കൂടുതൽ കൂടുതൽ തീവ്രമായി അവളെ ആക്രമിക്കുമ്പോൾ തിരിച്ചവൾ നിങ്ങൾ അതിനേക്കാൾ തീവ്രതയോടുകൂടി ആക്രമിക്കും. എന്നിട്ട് നിങ്ങൾ നാശം, വണ്ടി, ഇങ്ങനെ കുറേ എക്സാമ്പിൾസ് പറയും. ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. എനിക്ക് പറയണമെന്നൊന്നും നേരെയും പറഞ്ഞു തന്നു. കുറച്ചുകൂടെ ഉണ്ട്, കേൾക്കട്ടെ. അമ്മായി ബൈക്കൊന്നും വെക്കണ്ട, അമ്മയുടെ നമ്പർ ഗൂഗിൾ പേയിലോട്ടൊന്ന് ഇട്ടോ, ഞങ്ങൾ സഹായിച്ചോളാം എന്ന തരത്തിൽ 1, 2, 3 വേട്ടാമണിയന്മാരെ വന്നിട്ട് കമന്റ് ഇടുന്നുണ്ട്. ബാക്കി വന്ന കമന്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് വായിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ ആ വീഡിയോയുടെ താഴെ പോയിട്ട് ജസ്റ്റ് നോക്കാനുണ്ടെങ്കിൽ ഒരാഴ്ച നിങ്ങൾക്ക് കുത്തി ഇരുന്ന് ചിരിക്കാനുള്ള ഒരുപാട് സംഭവം ഉണ്ടാവും. കഴിഞ്ഞ ഞാൻ വീഡിയോ ചെയ്താൽ ബാക്കി ഭാഗം ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നത്. CC അടഞ്ഞ് തീർന്ന ഈ വണ്ടി, ആ വണ്ടിയെ കുറിച്ചിട്ട് എന്താണ് ഈ വണ്ടിക്ക് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കുറച്ച് നാളായിട്ട് നല്ല സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് വല്ലാതെ ആഗ്രഹിച്ചു വാങ്ങിയതാണ് ഒരു ഹീറോ എക്സ്ട്രീം 160R എന്ന് പറയുന്ന ഒരു ബൈക്ക്. അപ്പോൾ തൽക്കാലം അതൊന്ന് കൊടുക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. 2021 ഏപ്രിൽ മോഡലാണ് വണ്ടി. ഈ 2-3 വർഷമായിട്ട് ഒരുപാട് ഓടിയിട്ടില്ല. 28,400 കിലോമീറ്റർ ആണ് ആകെ വണ്ടി ഓടിയിട്ടുള്ളത്. തൽക്കാലം അതൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോ ഈ വണ്ടി സമയത്ത് 1,35,000 രൂപയായിരുന്നു ഈ വണ്ടി. അപ്പൊ ഈ ഡീറ്റെയിൽ പുള്ളിക്കാരത്തി പറയുന്നത് ഞാൻ വിശ്വസിക്കാൻ തയ്യാറല്ല. ഒന്നാമത്തെ കാര്യം, അവർക്ക് ഫിനാൻഷ്യലി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല റവന്യൂ ഉള്ള ഒരു ചാനൽ തന്നെയാണ് ഉള്ളത്. അത് മാത്രമല്ല, അവര് സംഘികളെ നല്ലപോലെ പറ്റിച്ച് അവന്മാരെ കയ്യിൽ നല്ല പൈസ അടിച്ചു മാറ്റുന്ന ഒരു സ്ത്രീയും തന്നെയാണ്. ജാമിത ആരാണെന്ന് ജാമിതയെ പേഴ്സണലി അറിയുന്നവർക്കേ അറിയുള്ളൂ. ഏകദേശമൊക്കെ നല്ല രൂപമുണ്ട് എനിക്ക്. ഈ പറയുന്ന രീതിയിലുള്ളൊരു പ്രശ്നമൊന്നും അവർക്കില്ല. ഇത് അവരുടെ ഒരു ഡ്രാമയാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് അവരുണ്ടെന്ന് അവർ പൊതുസമൂഹത്തിനെ അറിയിക്കുന്നതാണ്. അതിൽ കൂടെ രണ്ടാണ് കാര്യം. ഇത് നിങ്ങളെപ്പോലുള്ള കുറേ പേര് എടുത്തു വെച്ച് കളിയാക്കും. അതിനെ തിരിച്ചടിക്കാനും കുറച്ചുകൂടെ വ്യൂ അവർക്ക് കിട്ടാനും അവർക്ക് ചാൻസ് ഉണ്ട്. അതൊരു കാര്യം. രണ്ടാമത്, നേരത്തെ എബി എന്നൊരാൾ ഒരു കമൻറ്റ് ഇട്ടിരുന്നു. ആ കമൻറ്റ് ഇങ്ങനെയാണ്: നിങ്ങൾ വണ്ടിയൊന്നും വിൽക്കേണ്ട, ഗൂഗിൾ പേ നമ്പർ തന്നാൽ മതി, ഞാൻ പൈസ അയച്ചു തരാമെന്ന്. ഇത് തന്നെയാണ് ഉദ്ദേശം. പുള്ളിക്കാരത്തി ഉദ്ദേശിച്ചത്തേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട്. ഗൂഗിൾ പേ കൊടുത്തിട്ടുണ്ടാവും. ആവശ്യത്തിൽ കൂടുതൽ റവന്യൂ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അതവരുടെ സ്ഥിരം രീതിയാണ്. ആ ട്രാപ്പ് പോലും മനസ്സിലാക്കാതെ നിങ്ങൾ പോയി ചാടി കൊടുത്തല്ലോ എന്നുള്ളതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളോടാണ് സത്യത്തിൽ വിഷമം തോന്നി. എന്ത് കാര്യത്തിന്? അതൊരു നെറ്റാണ്. അത് വലിച്ചിട്ടു, നിങ്ങൾ അതിനകത്ത് പോയി ചാടി കൊടുത്തു. അത്രയേ ഉള്ളൂ. ഇഗ്നോർ ചെയ്യുകയാണ് ഏറ്റവും നല്ല പരിപാടി. പിന്നെ പോലീസ് ചെയ്തതുപോലെ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അപമാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കാണിച്ചുകൊണ്ട് നിങ്ങൾ അതിനെതിരെ നിയമ പോരാട്ടം നടത്തുകയാണ് വേണ്ടത്. കൃത്യമായ നിയമ പോരാട്ടം നടത്തി കഴിഞ്ഞാൽ അതിനുള്ള ഫലം കണ്ടെത്തും. അല്ലാതെ ആ സ്ത്രീയെ അവഹേളിച്ചുകൊണ്ട് നിങ്ങൾ വീണ്ടും പോസ്റ്റ് ഇടുകയും നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ സത്യത്തിൽ ഈ മതത്തിനെ എന്നല്ല, ഈ മതത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും കൂടെ കളിയാക്കുകയാണ്. കാരണം നിങ്ങൾ ഈ ചിന്താഗതിക്കാരനാണെന്നും നിങ്ങളുടെ കൂട്ടുകാരെല്ലാം ഈ ചിന്താഗതി ഉള്ളവരാണെന്നും നിങ്ങളുടെ കമൻറ്റ് സെക്ഷൻ മുഴുക്കെയുള്ള ഇസ്ലാമിയർ കിടന്ന് തെറി വിളിക്കുന്നത് കാണുമ്പോഴും അവരുടെയൊക്കെ കുടുംബത്തിലുള്ള പെണ്ണുങ്ങൾക്ക് അഭിമാനമല്ല ഉണ്ടാവുക, അവഹേളനമാണ് ഉണ്ടാവുക. അവരെ അവഹേളിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന, റെസ്പെക്റ്റ് ചെയ്യുന്നവരാണ് നിങ്ങളെന്ന് കാണിക്കാനെങ്കിൽ പോലും നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നതല്ലേ വൃത്തി. എൻ്റെ ഒപ്പീനിയനാണ് പറഞ്ഞത്. ദിവസവും ഈ സെപ്റ്റി ടാങ്കിനകത്ത് ഇരുന്നുകൊണ്ട് നിരന്തരം അർഘ്യത മാത്രം വിളമ്പുന്ന ഈ സാധനത്തിന്റെ വണ്ടി എടുത്തുകൊണ്ട് റോഡിലോട്ട് ഇറങ്ങിയാൽ പിന്നെ അവന്റെ കാര്യം ഹവ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അത്രത്തോളം നല്ല പ്രവൃത്തികളാണല്ലോ ഈ മുടിഞ്ഞ സാധനം കാണിച്ചു വെച്ചിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വല്ലാത്ത പ്രതിസന്ധി. നിങ്ങൾ ഈ സംഘി പരിവാരങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ ജാമിദാനെ അങ്ങോട്ട് ഉപേക്ഷിച്ചോ? എന്താണ് മനസ്സിലാകുന്നില്ല. സത്യത്തിൽ ഇത് കാണുന്ന എന്റെ ഓരോ സംഘി പ്രവർത്തകരും നിങ്ങൾ ഈ ജാമിദയുടെ ഈ വിഷമങ്ങളും പ്രയാസങ്ങളും ഒന്ന് മാറ്റി കൊടുക്കണം. കാരണം CC അടഞ്ഞു തീർന്ന് കട്ടപ്പുറത്തിരിക്കുന്ന ഈ വണ്ടി ഇനി വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതാണ്. കാരണം ഉപയോഗം കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ വെറുതെ നമ്മുടെ ഈ കച്ചറയിൽ കൊണ്ടിരുന്ന ഒരു പ്രവൃത്തി ഉണ്ടല്ലോ. കാരണം നല്ല സമയത്ത് ഏതോ ഒരു ചാണകത്തിന്റെ കൂടെ പോയിട്ട് ഇസ്ലാമത്തെ കുറിച്ചിട്ട് നിരന്തരം വായി തോന്നുന്ന തെമ്മാടിത്തരങ്ങൾ ഇങ്ങനെ പുലമ്പിയിട്ടുള്ള ഒരു വൃത്തികെട്ട സാധനമാണ് ഈ ജാമിദ. ഇവിടെ പേര് ഇതുവരെ മാറ്റിയിട്ടില്ല. ആ പേര് മാറ്റി കഴിഞ്ഞാൽ പിന്നെ പോയി. പേര് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ ചാണകങ്ങളും മാറ്റും. വണ്ടി ഇനി വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതാണ്. കാരണം ഉപയോഗം കഴിഞ്ഞാൽ ഇതൊക്കെ വെറുതെ കച്ചറയിൽ കൊണ്ടിരുന്ന പ്രവൃത്തി ഉണ്ടല്ലോ. കാരണം നല്ല ഇങ്ങനെ പുലമ്പിയിട്ടുള്ള ഒരു വൃത്തികെട്ട സാധനമാണ് ഈ ജാമിദ. പേര് ഇതുവരെ മാറ്റിയിട്ടില്ല. ആ പേര് മാറ്റി കഴിഞ്ഞാൽ പിന്നെ പോയി. പേര് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ ചാണകങ്ങളൊന്നും ഈ സൈഡിൽ
പക്ഷേ നിങ്ങൾ നമ്മളെ കോണികളെ കിട്ടത്തില്ല, വാട്സ്ആപ്പ് മാത്രമേ വരുത്തുള്ളൂ. ഈ അമ്മയെ പല ആൾക്കാർ കുറിച്ചത് പച്ചക്കറി പറഞ്ഞതായിട്ടുള്ള വിളിച്ച ആൾക്കാർ വിളിച്ചിരുന്നു. അത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവര്. ഞാനൊരു ബൈക്ക് വിൽക്കാൻ വേണ്ടി എന്റെ ചാനലിനകത്ത് ഞാൻ പരസ്യം ചെയ്തപ്പോഴേക്ക് അതിലേക്ക് എന്നെ വിളിച്ചിട്ട് കേട്ടാൽ ഇറക്കുന്ന തരത്തിൽ പച്ചക്കറികളാണ് ഇവന്മാർ എന്നെ വിളിച്ചെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തു. ജാമിദ അമ്മായി ഈ കരച്ചില് കണ്ടിട്ട് ഹൃദയം പൊട്ടി വേദനിക്കുന്ന ഏതെങ്കിലും ചാണാകൃമികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരുടെ ഈ പ്രശ്നത്തിന് അടിയന്തരമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കണം. കാരണം ഒരുപാട് കോടിക്കണക്കിന് രൂപ ബോണ്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ. നിരന്തരം ഒരു സമുദായത്തെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പൊളിച്ചതും മറച്ചതുമായിട്ടുള്ള പ്രവർത്തികളും വാക്കുകളും ചൊരിഞ്ഞതല്ലേ ഈ ഒരു സാധനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് സഹായിക്കണം. നന്നായി ആ ട്രാപ്പിലേക്ക് ഇയാൾ നന്നായിട്ട് പോയി വീണു കൊടുത്തു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. സാമ്പത്തിക പ്രതിസന്ധി എല്ലാവർക്കും വരും. ആരും അതിൽ നിന്ന് വിമുക്തരൊന്നും ആവത്തില്ല. നമ്മൾക്ക് ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ നന്നായി അധ്വാനിക്കുന്നു, നമ്മളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. ആരോഗ്യമില്ലാത്ത സമയത്ത് നമുക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ വരിക തന്നെ ചെയ്യും. ഒരാളുടെ സാമ്പത്തിക പ്രതിസന്ധിയും അയാളുടെ വിഷമഘട്ടത്തിലും അയാളെ കളിയാക്കാൻ തോന്നുന്ന ഒരു വലിയ മനസ്സുണ്ടല്ലോ, അത് മതം പഠിപ്പിച്ചു കൊടുത്തതല്ല, വീട്ടിലെ സംസ്കാരം പഠിപ്പിച്ചു കൊടുത്തതാണ്. നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലായാലും ആശയപരമായി നിങ്ങൾ അതിനെ നേരിടുകയാണെങ്കിൽ അതിനൊരു വ്യക്തതയുണ്ട്, അതിനൊരു മാനേഴ്സ് ഉണ്ട്, മര്യാദയുണ്ട്. ആശയപരമായി നിങ്ങൾക്ക് നേരിടാൻ സാധിക്കുന്നില്ല എങ്കിൽ മിണ്ടാതിരിക്കാനുള്ള മാന്യതയെങ്കിലും കാണിക്കണമായിരുന്നു. ഇപ്പോഴും ഞാൻ പറയുന്നു, ജാമിദയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ അങ്ങനെ ആരെയും സപ്പോർട്ട് ചെയ്തതല്ല. എനിക്ക് ആ കുട്ടിയോട് എതിർപ്പുമില്ല, അനുകൂലനവുമില്ല. അവളുടെ മാനസികമായ ഇതും അല്ലെങ്കിൽ അവളുടെ വളർത്ത് പാരമ്പര്യത്തിൻ്റെ ഒരു സൂപ്പർ ഇതും കൊണ്ടാണ് അവൾക്ക് മറ്റൊരാളുടെ ഉപജീവനമായ ചാനലൊക്കെ കളയണമെന്ന് തോന്നിയത്. നമുക്ക് ആ വശമില്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്, ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി അത് കാണിച്ചു തരും. അത്രയേ ഉള്ളൂ, ദാറ്റ്സ് ഇറ്റ്. അതിനപ്പുറം ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി ആക്രമിക്കുമ്പോൾ, പ്രത്യാക്രമണം വരുമ്പോൾ പിന്നെ ഇരുന്ന് കരയരുത്. നിങ്ങൾ പറയുന്ന കണക്ക് സംഘികൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇവിടുന്ന് പലർക്കും പലായനം ചെയ്യേണ്ടി വന്നത്. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഇന്ത്യയുടെ പിക്കാസോ എന്നറിയപ്പെടുന്ന ഒരാളുണ്ട്, ഹുസൈൻ. അദ്ദേഹത്തിന് ഈ നാട് വിട്ട് ഓടേണ്ടി വന്നു. നിരന്തരമായ കേസുകൾ കാരണമാണ്, അല്ലാതെ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. 37 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സതീദേവിയുടെ ഫോട്ടോ വരച്ചു. പിക്ചർ വരച്ച അദ്ദേഹത്തിനെ സംഘികൾ ആക്രമിച്ച രീതി ഭീകരവും ഭയാനകവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾ ഉൾപ്പെടെ എല്ലാവരും വിദേശത്ത് സെറ്റിൽഡായി. ഖത്തറാണ് അടക്കളം കൊടുത്തത്. ഖത്തർ വിസ കൊടുത്തു, അദ്ദേഹത്തിന് അവിടെ ചേർത്ത് വെച്ചു. ഖത്തറിൽ അദ്ദേഹത്തിന് ഇതും കൊടുത്തു. അവിടെ തന്നെയാണ് അദ്ദേഹത്തിന് അടക്കം ചെയ്തത്. അടക്കം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പ്രകാരം അത് നാട്ടി വരണമെന്നായിരുന്നു. നമ്മളുടെ അസറ്റായിരുന്നു അദ്ദേഹം, അതായത് ഇന്ത്യയുടെ അസറ്റായിരുന്നു അദ്ദേഹം. അദ്ദേഹം വരച്ച ചിത്രങ്ങളെക്കാൾ വൾഗർ ചിത്രങ്ങൾ നമ്മുടെ ക്ഷേത്രങ്ങളിലുണ്ട്. അപ്പം അതൊന്നുമല്ല വിഷയം, വർഗീയതയായിരുന്നു. ആ വർഗീയത കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മളുടെ ഏറ്റവും നല്ലൊരു ചിത്രകാരനെയാണ്. ജോസഫ് ഇടമറുകിൻ്റെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. അദ്ദേഹം എങ്ങും ഓടിപ്പോയില്ല. സനൽ ഇടമറുകിനെ പോലെ അദ്ദേഹം ഓടിപ്പോയില്ല. 3 മതങ്ങളെയും അദ്ദേഹം കർശനമായി വിമർശിച്ചു, എതിർത്തു. അദ്ദേഹത്തിന് ഇവിടെ നിൽക്കാൻ പറ്റി, ധൈര്യമായിട്ട് അദ്ദേഹം നിന്നു. പക്ഷേ ഈ പുള്ളിക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല. വ്യത്യാസമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കല്ലേറുകളിൽ വ്യത്യാസപ്പെടുത്തി നിങ്ങൾ ഓടിച്ചു കളയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യമുണ്ട്. അവരുടെ ബോധ നിലവാരത്തിൽ അവർക്ക് ഈ ഗോത്രീയത വേണ്ട എന്ന് തോന്നിയാൽ അവരെ തർക്കിക്കാൻ പോവാതിരിക്കുക. നിങ്ങൾക്ക് ഈ ഗോത്രീയത താല്പര്യമെങ്കിൽ നിങ്ങളിത് അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുക. ഇസ്ലാം പഠിപ്പിക്കുന്ന യാതൊരു നിഷ്ഠയോ യാതൊരു രീതികളോ നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല. നിങ്ങൾ കുറേ അക്രമ സ്വഭാവമുള്ള തീവ്രവാദ മെൻറ്റാലിറ്റിയുള്ള മനുഷ്യർ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇസ്ലാം ഇതൊന്നും പഠിപ്പിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. ക്ഷമ ഈമാൻ്റെ പകുതി എന്ന് പഠിപ്പിച്ചെടുത്ത് ക്ഷമിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ സത്യത്തിൽ ആ മതത്തിനെതിരാണ്. നിങ്ങളെ കാരണമാണ് കൂടുതൽ തെറിവിളികൾ ആ മതത്തിന് കേൾക്കേണ്ടി വരുന്നത്. ഇവിടെ സതി നിർത്തലാക്കി. എന്ത് ബഹളമായിരുന്നെന്നറിയാമോ? എത്ര മനുഷ്യർ അതിനെതിരെ മരണം സംഭവിച്ചു, എത്ര മനുഷ്യർ സൂയിസൈഡ് ചെയ്തു, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നിർത്തലാക്കിയില്ലേ? മറക്കേണ്ടി വന്നു, അതിനു വേണ്ടിയിട്ട് സമരം ചെയ്യേണ്ടി വന്നു. എന്തെല്ലാം പ്രോബ്ലംസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ മറക്കുട തുടങ്ങി ഒരുപാട് ചടങ്ങുകൾ നിർത്തലാക്കുന്ന സമയത്ത് ഹിന്ദുക്കൾ തന്നെ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ അമ്പലങ്ങളിലേക്ക് കയറാൻ ആളുകൾ ബഹളം വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയത്തില്ലേ? മനുഷ്യൻ സഹജീവിയായിട്ട് പോലും കണക്കാക്കാതെ കല്ലിൽ ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് പാണനെയും അതിന് താഴ്ന്ന ജാതിക്കാരെയും അധമനും അധകൃതനുമാക്കി കുഴികുത്തി ചാപ്പാട് കൊടുത്ത് നികൃഷ്ടജീവിയായി കണ്ടിരുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറ്റം കൊണ്ടുവരുമ്പോൾ എതിർത്ത് നിന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു. അന്ന് അവർക്കതെല്ലാം ശരികളായിരുന്നു. ഇന്ന് അവരുടെ അടുത്ത തലമുറ പോലും ആ നാണക്കേട് അനുഭവിക്കുന്നുണ്ട്. അന്ന് എതിർത്തതിനെ കുറിച്ച് ഓർത്തിട്ട്. അതിനെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നവൻ സംഘി എന്ന് പറയും. സംഘി എനിക്ക് എതിർക്കാൻ ഇപ്പോൾ ഭാഗമില്ല. പക്ഷെ പറയുന്നത് അതാണ്, നമുക്ക് കുറേ കാലങ്ങൾക്കപ്പുറമാണ് നമ്മൾ ഈ ചെയ്തതിൻ്റെ ഏറ്റവും മോശപ്പെട്ട ഒരു വശമുണ്ടെന്ന് മനസ്സിലാകുന്നത്. ഇസ്ലാമിൽ പറയുന്ന ചില കാര്യങ്ങൾ വ്യക്തമായി നിങ്ങളിരുന്ന് പഠിച്ചാൽ മനസ്സിലാക്കും.
ഒരു എക്സാമ്പിൾ പറയാം. പലിശ കൊടുക്കുന്നതും വാങ്ങുന്നതും മാതൃഭോഗത്തിന് തുല്യമാണെന്ന് പറയുന്നു. നിങ്ങൾ CC ഇട്ട് വണ്ടി എടുക്കാറില്ലേ? ബാങ്കിൽ ക്യാഷ് ഇട്ട് എടുക്കാറില്ലേ? പലിശയല്ലേ അത്? അപ്പോൾ നിങ്ങളുടെ ആചാരപ്രകാരം ഈ സാധനം കറക്റ്റ് ആകുന്നുണ്ടോ? എന്താണ് നിങ്ങൾ പഠിച്ച ഇസ്ലാം? എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുന്നത്. ഓരോ കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്താതെ ഒരു മതത്തിന് നിലനിൽപ്പില്ല. ബ്ലൈൻഡ്ലി നിങ്ങൾ എന്തൊക്കെ വിശ്വസിച്ചിട്ട് അത് മറ്റുള്ളവരുടെ തലയിലേക്ക് ഇടിച്ചു കയറ്റിക്കൊണ്ട് അതിനെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോഴത്തെ ഇസ്ലാം എന്ന് ഞാൻ പറയും. ഇനി ഇതിനു വേണ്ടി എൻ്റെ തലയിൽ പൊങ്കാല ഇടാണ്, നിന്റെ തലയെ തട്ടം എവിടെയടി, നീ പൊട്ട് കുത്തിയിലെഴുതി പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ മനസ്സിലാകുന്നവർക്ക് തിരിച്ച് മറുപടി കൊടുക്കാൻ പറ്റും, അല്ലാത്തവർക്ക് മറുപടി കൊടുക്കാൻ ഒക്കത്തില്ല. ഈ വിഷയത്തിൽ നിങ്ങൾ തെറ്റാണ് സഹോദരൻ. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ ചാനൽ ഞാൻ സ്ഥിരം കാണുന്ന ആളാണ്. എൻ്റെ കുറേ വീഡിയോസ് നിങ്ങൾ എടുത്തിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. സംഘികളെ അടിക്കണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. സംഘികൾക്ക് അഗൻസ്റ്റ് സംസാരിക്കണം, തർക്കമില്ല, ശരി തന്നെയാണ്. പക്ഷെ ഇത് ബോറായിപ്പോയി, വേണ്ടിയിരുന്നില്ല. ഒരു പെണ്ണല്ലേ, പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന കൺസിഡറേഷനെങ്കിലും കൊടുത്തിട്ട് അതിനെ ഒഴിവാക്കി വിടാമായിരുന്നു. അവളുടെ അവസ്ഥയായിരിക്കാം. ഇനി അവളുടെ അവസ്ഥ അല്ലെങ്കിൽ അത് അവളുടെ ചാലാക്കിയായിരിക്കാം. ചാലാക്കി മീൻസ് വാട്ട്? കൗശല്യം അല്ലെ, കൗസുഖം എന്നാ, അങ്ങനെ തന്നെ, അത് തന്നെ ആ സാധനമായിരിക്കാം. എന്തു തന്നെ ആയാലും അവൾക്കത് ഗെയിനേ ഉള്ളൂ, നിങ്ങൾക്കിത് ലൂസുമാണ്. നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല. കുറേ പേര് എൻ്റെ താഴെ തെറികൊണ്ട് എഴുതി വെച്ചാൽ അത് അവൾക്ക് ലാഭമാണ്. എന്താ നിങ്ങൾക്കത് മനസ്സിലാകാത്തത്? കുറേ കൂടെ വൾഗറായി ശക്തമായി അവൾ നിങ്ങളെ തിരിച്ചടിക്കും. കാരണം അവൾക്ക് പാണ്ഡിത്യമുണ്ട് ഈ മതത്തിൻ്റെ പേര്. മറ്റൊന്നും അറിയത്തില്ല, പൊട്ടത്തിയ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നല്ല പാണ്ഡിത്യമാണ് പുള്ളിക്കാരത്തേക്ക്. അത് വെച്ച് താങ്ങുമോ? നിങ്ങൾ കൂടുതൽ അപമാനിക്കപ്പെടും. അതിനേക്കാൾ നല്ലത് ഒരു സമരസ ചർച്ചയ്ക്ക് ഏർപ്പാടാക്കുക, അല്ലാതെ തോൽപ്പിക്കാൻ നോക്കരുത്. ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചാലും അത് നഷ്ടം വരുത്തുക നിങ്ങളുടെ മതത്തിനെയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ മതത്തിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അവരെ തീർത്താൽ, അവരെ ഇല്ലാതാക്കിയാൽ നിങ്ങളുടെ മതം രക്ഷപ്പെടുമെന്നാണ്. ഒന്നുമല്ല. നിങ്ങളുടെ മതം കുറച്ചുകൂടെ അവഹേളനം നേരിടും. കാലാനുസൃതമായി ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു ഈ മതത്തിന്. ബുഹരി മുസ്ലിം, ഷിയ സുന്നി വിഭാഗങ്ങൾ ഒരുപാട് വന്നു. ഈ വിഭാഗീയതയിലുള്ള ചടങ്ങുകൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കും പല മാറ്റങ്ങളും അവർ തന്നെ വരുത്തിക്കൊണ്ടുവരുന്നു. അഹമ്മദിയർ, നിങ്ങൾ ഇസ്ലാമായിട്ട് അംഗീകരിക്കുന്നില്ല, സുന്നത്ത് പോലും ചെയ്യുന്നില്ല അവർ. ഒരുപാട് വിഭാഗീയതകളും വ്യത്യസ്തതകളും വന്നിട്ട് ഏത് കാലഘട്ടത്തിൽ ഇരുന്നാൽ സംസാരിക്കുന്നതെന്ന് ബോധം പോലും ഇല്ലാതെ ഇത്തരത്തിൽ ഓരോന്ന് പടച്ചു വിടരുത്. പിന്നെ ജാമ്യതയോടാണ് എൻ്റെ മോളെ, ഒരു 10,000 രൂപ എൻ്റെ സമ്മതമില്ലാതെ നീ ഇങ്ങോട്ടിട്ട് തന്നിട്ട് എന്തൊക്കെ പറഞ്ഞതാണ്. അവസ്ഥകൾ എല്ലാവർക്കും വരുമെന്നുള്ളതൊരു പഠിത്തമാണ് കൊച്ചെ, മനസ്സിലാക്കുക. എന്തായാലും കുഞ്ഞിൻ്റെ ഫീസിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ നിനക്കറിയാമല്ലോ, കോൺടാക്ട് മീ. എന്നെക്കൊണ്ട് ഒരുപാടൊന്നും തരാൻ പറ്റത്തില്ല. ഒരു 5,000-ന് താഴെയുള്ളൊരു എമൗണ്ട് എനിക്ക് തരാൻ കഴിയും. അത് ഞാൻ വേണമെങ്കിൽ ഗ്രൂപ്പിലൊക്കെ ഒന്ന് പറഞ്ഞ് കുറച്ച് വാങ്ങി നിന്നെ ഒന്ന് സഹായിക്കാൻ എന്നെക്കൊണ്ട് ഇപ്പം സാധിക്കും. അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ ചെയ്യാം, സഹായിക്കാം കേട്ടോ. നിൻ്റെ വണ്ടിയൊന്നും വിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു സപ്പോർട്ട് ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അത് ഒരു നന്ദിക്കടനായിട്ട് നീ വിചാരിച്ചാൽ മതി. കാരണം എനിക്കൊരു പ്രോബ്ലം വന്ന സമയത്ത് നീ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു. പൈസ തിരിച്ചു തന്നാലും ആ സ്പെസിഫിക് ടൈമിൽ നീ എന്നെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ആ പൈസ തരാൻ ഞാൻ തയ്യാറാണ്. അത്രയ്ക്കെങ്കിലും കുറഞ്ഞ് നിനക്ക് ഇസ്ലാമിനോടുള്ള ദേഷ്യം കുറയട്ടെ. ഏത്? അത്ര തന്നെ. മക്കൾ പഠിക്കട്ടെ, കൂടുതൽ പഠിക്കട്ടെ, ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ, കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കട്ടെ, എല്ലാം നല്ലതായിട്ട് വരട്ടെ. ദയവ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിയുമ്പോൾ ഓർക്കുക, നിങ്ങളെ നോക്കി ചിരിക്കാൻ, നിങ്ങളെ ഉപയോഗിക്കാൻ അപ്പുറത്തൊരു ടീം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കുക. ഇപ്പോൾ ഈ ഒരു സാധനം അവരെ കയ്യിൽ കിട്ടിയാൽ അവരത് എടുത്തു വെച്ച് ആഘോഷിക്കുന്നത് എങ്ങനെയായിരിക്കും എന്നറിയാം. നോക്കൂ, ഇസ്ലാമിയർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാമിൻ്റെ വൈകൃത മുഖം. അവരെ തെറ്റു പറയാൻ പറ്റുമോ? നിങ്ങൾ അങ്ങനെയല്ലേ ഇത് അവതരിപ്പിച്ചത്? അവരെന്തെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ എങ്ങനെയാണ് അത് അവതരിപ്പിച്ച? വണ്ടിയെന്നും പീസെന്നും എന്തൊക്കെ മോശമാണ് അതിനെ പറഞ്ഞത്. അപ്പോൾ ആ മതത്തിൽ നിന്നൊരു പെണ്ണ് മാറി ചിന്തിച്ചാൽ, സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ടാൽ ആ പെണ്ണിന് സംഭവിക്കുന്നതായി ഇത്രയും തീവ്രമായ എതിർപ്പും ആക്രമണവും ആണെന്ന് നിങ്ങൾ പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ്. എൻ്റെ നേരെ വന്നാലും ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ ജാമ്യതയല്ല കേട്ടോ, ഞാൻ നല്ല പറയും. എനിക്കിങ്ങനെയാണ്, എനിക്ക് ഭയങ്കര കുഴപ്പമാണ്. ഞാൻ ചില നേരം കയ്യും കാലും ഒന്നും നോക്കാതെ നല്ലപോലെ പറയും. അത് എൻ്റെ ഒരു സ്വഭാവ രീതി. എനിവേ, ഒന്നുകൂടെ വിചിന്തനം ആവശ്യമായ ഒരു കാര്യം ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. തർക്കമൊന്നും വേണ്ട. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ഇഗ്നോർ ചെയ്തേക്കാം. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല, ദാറ്റ്സ് ഇറ്റ്. പകരം നിങ്ങളുടെ വെട്ടുക്കിളി കൂട്ടത്തിനെ ഇങ്ങോട്ട് പറഞ്ഞു വിടരുത്. ഒന്നുമില്ല. താങ്ക് യു സോ മച്ച്. അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ വേണ്ടതാ ഇത്രയും കൂടെ പറഞ്ഞിട്ട് വയ്ക്കും. സംഭവാമി യുഗേ. കർമ്മ എന്ന് പറയണത് ഭയങ്കര സാധനമാണ്. അത് ഇങ്ങനെ വന്നൊരു അടി നമ്മളെ അങ്ങോട്ട് അടിക്കും. ഭയങ്കര അത് ഭീകര. അത് ഞാനിതൊക്കെ അങ്ങോട്ട് വിട്ടിട്ട് കർമ്മയുടെ പിറകെ പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. എന്താ